പോക്കോയുടെ ഒരു മികച്ച ഫോൺ റിലീസായിട്ടുണ്ട്. 13,999 രൂപയ്ക്ക് മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന എല്ലാ സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഈ ഫോൺ റിലീസായിരിക്കുന്നത്. ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ കണ്ട ശേഷം പരിഗണിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പോക്കോയുടെ മുമ്പുള്ള സീരീസായ പോക്കോ F1, പോക്കോ X2 അതിൽ നിന്നും പ്രൈസ് റേഞ്ചിൽ വളരെ ഡിഫറൻ്റ് ആണ്. 13,999 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്പെസിഫിക്കേഷനാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. പ്രോസസ്സർ ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ്. ഗെയിമിങ്ങിന് പെർഫെക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. UFS 2.1 സ്റ്റോറേജും LPDDR4X റാമുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡുവൽ 4G സപ്പോർട്ട് ഉണ്ട്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സപ്പോർട്ടാണ്, FM റേഡിയോ സപ്പോർട്ടാണ്, നോട്ടിഫിക്കേഷൻ ലൈറ്റ് എനേബിൾഡ് ആണ്, IR ബ്ലാസ്റ്ററും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന എല്ലാ സ്പെസിഫിക്കേഷനും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേൻ്റെ സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ റീഫ്രഷിംഗ് റേറ്റ് തന്നെയാണ്. നമ്മുടെ പോക്കോ F2 വന്ന പോലെ 90 ഹെർട്സും ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. നോർമൽ 60 ഹെർട്സിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ട്രിപ്പിൾ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയുടെ ഒരു പോർഷനിലും ഇതിൻ്റെ കോർണർ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ എനേബിൾഡ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ സാധാരണ എല്ലാ ഫോണുകളിലും വരുന്ന പോലെ ബാക്ക് സൈഡിലല്ല, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ യുണീക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലാണ് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 209 ഗ്രാമും തിക്നെസ്സും 8.8 mm ആണ്. മാക്സിമം ഡിസ്പ്ലേ ബോഡി റേഷ്യോ കവർ ചെയ്യുന്നതുകൊണ്ട് ഇത് വലിയ ഒരു ഡിവൈസായിട്ട് ഫീൽ ചെയ്യാനും സാധ്യതയില്ല. 8.8 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ക്യാമറയുടെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 48 MP മെയിൻ ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 MP മാക്രോ ലെൻസിന് വേണ്ടിയിട്ടും 2 MP ഡെപ്ത് സെൻസറിന് വേണ്ടിയിട്ടും പോക്കോ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് 16 MPയുടെ പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറയിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രോ മോഡ് അവൈലബിൾ ആണ്, നൈറ്റ് മോഡ് അവൈലബിൾ ആണ്, മാക്രോ വീഡിയോ ഷൂട്ട് വരെ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ക്യാമറ പോക്കോ പ്രൊവൈഡ് ചെയ്തു എന്ന് തന്നെ പറയാം. ബാറ്ററിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ 5000 mAhൻ്റെ പവർഫുൾ ബാറ്ററിയും 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും പോക്കോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്ന ഒരു നല്ല ഫോണായിട്ട് തന്നെ നമുക്കിതിനെ പറയാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇത്രയും സ്പെസിഫിക്കേഷൻസോടുകൂടി 13,999 രൂപയ്ക്ക് ഒരു നല്ല ഫോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 4GB 64GB വേരിയൻറ്റ് കൂടാതെ 6GB 64GB വേരിയൻറ്റും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് 14,999 രൂപയാണ്. 6GB 128GB വേരിയൻറ്റും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് 16,999 രൂപയാണ്. ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ടാവുന്നത് ജൂലൈ 14-നാണ്. ഫ്ലാഷ് സെയിലാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ mi.com-ലും അവൈലബിൾ ആണ്. ഇതിൻ്റെ വേരിയൻറ്റ് 6GB 64GB വേരിയൻറ്റിലും 6GB 128GB വേരിയൻറ്റിലും 4GB 64GB വേരിയൻറ്റിലും അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.